ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന കാര്യം എന്തുവാ? പണമില്ലാത്തവൻ പിണം എന്ന് പോലും പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പണം പോലെ തന്നെ അതും ഒരു പ്രശ്നമാണ്. ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പിയാണോ അല്ലാതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളിങ്ങനെ ഹറിബറി ആയിട്ട് എല്ലാം കൂടെ ഊട്ടി നടന്ന് ചെയ്യുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടാം എന്നുള്ളതല്ലാതെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടോ? ഒന്നുമില്ല. കുറേ ഇങ്ങനെ കിടന്ന് ഊട്ടി നടന്ന് ഹറിബറി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ഫ്രീ ടൈമുകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് സമയം നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഹറിബറി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാനായിട്ടൊരു സമയം ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ നമുക്ക് എന്താവും, അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന ഒരു ചിന്തയിലേക്കായിപ്പോവും. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സംഭവമല്ലേ. നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല, ചുമ്മാ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അവരുടെ കാര്യം നോക്കുന്നു, ഇവരുടെ കാര്യം നോക്കുന്നു. എൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നോക്കാം. അങ്ങനെ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ്ങിൽ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക.